ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ശരീര സൗന്ദര്യം നിലനിർത്താനും നിറം വർദ്ധിപ്പിക്കാനും പരസ്യങ്ങളുടെ പുറകെ പോകുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിറക്കുറവും അതുപോലെ തന്നെ ശരീരം ശോഷിച്ചിരിക്കുന്നതും എല്ലാ അമ്മമാർക്കും സങ്കടം തന്നെയാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗം ബാധിച്ച ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ വളരെ ചെലവ് കുറഞ്ഞതും കടകളിൽ നിന്നും നമുക്ക് വാങ്ങിയിട്ട് വീടുകളിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഈ ഒരു മിക്സ് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണം. രാവിലെ ഭക്ഷണത്തിന് ശേഷവും വൈകിട്ട് അത്താഴത്തിന് ശേഷവും ഇതുപോലൊരു ഗ്ലാസ് നിങ്ങൾ തയ്യാറാക്കി കുടിക്കുവാണെങ്കിൽ പ്രായമാകുന്നത് കൊണ്ടുള്ള ശരീര ചുളിവുകളെല്ലാം മാറ്റി ശരീരാരോഗ്യം നമുക്ക് വീണ്ടെടുക്കാനും സാധിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിത്യവും തയ്യാറാക്കി കുടിക്കുന്ന ഒന്നാണ്. ഈ ഒരു ഹെൽത്തി മിക്സ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത് പാല് തിളപ്പിച്ചാറിയതിനു ശേഷമാണ്. കൂടെ ആറ്റിയെടുത്ത പാലിലായിരിക്കണം നിങ്ങളിത് ചേർത്ത് കഴിക്കേണ്ടതും. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി മിക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ശരീരം തടിക്കാനും അതുപോലെ നല്ല നിറമൊക്കെ വെക്കാനും തലമുടി വളർച്ചയ്ക്കും നല്ല ഓർമ്മശക്തിക്കും മറ്റുള്ള അസുഖങ്ങളെ ചെറുക്കാനായിട്ടും നല്ലൊരു മിക്സാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 200 ഗ്രാം അളവില് കാഷ്യൂസ്, 100 ഗ്രാം അളവില് വറുത്തെടുത്ത കപ്പലണ്ടി. ഇനി വേണ്ടത് ബദാം പരിപ്പാണ്. ഞാനിവിടെ 150 ഗ്രാം അളവിലാണ് ബദാം പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ബദാം ഗമ്മാണ്. ഈ ഒരു ബദാം ഗം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈനും പച്ചമരുന്ന് കടകളിലും ഈ ഒരു കാര്യത്തിൽ വാങ്ങാൻ കിട്ടുന്നതുമാണ്. ഇതിനെ കൂന്തെന്നും പറയാറുണ്ട്. പണ്ടുകാലം മുതലേ നമ്മുടെ ശരീരത്തിന് നല്ല കളർ കിട്ടുന്നതിനും ശരീരം വണ്ണം വയ്ക്കുന്നതിനും ഈ ഒരു ഗം ഉപയോഗിച്ചു വരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും നമുക്ക് നല്ലവണ്ണം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ബദാം ഗമ്മാണ് ചേർക്കേണ്ടത്. ഈ ഒരു ചേരുവ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ നെയ്യുടെ അളവുകൾ വളരെ കുറച്ചാണ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഈ ഒരു ഗം വീർത്ത് വരും. അതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞൊക്കെ പോവാൻ സാധ്യത കൂടുതലാണ്. ഞാനിവിടെ ഈ ഒരു ഗം ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ ഞാനിതുപോലെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ബദാം ഗം ഇതേ ഒരു ഗോൾഡൻ കളറിലേക്കൊന്നായി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ബബിൾ പോലെ വീർത്തിട്ടുമുണ്ട്. ഒന്നുകൂടെ നല്ലതുപോലെ വീർത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ചൂടാറ്റാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ ഇത് നല്ല പോലെ തന്നെ വീർത്ത് വരുന്നതാണ്. ഇതാണ് കേട്ടോ ഈ ഒരു ഫ്രൈ ആയി എന്നറിയുന്നതിന്റെ പാകം. അതിനുശേഷം അതേ പാനിലേക്ക് കാഷ്യൂസ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂസും നല്ലതുപോലെ ഫ്രൈ ആയി വന്നാൽ നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാഷ്യൂസും ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് മുരുമുരാന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പാനിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. ബദാമും ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ബദാമും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്കൊന്നെടുത്ത് മാറ്റാം. അതിനുശേഷം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. കപ്പലണ്ടിയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കപ്പലണ്ടി എടുക്കുമ്പോൾ തോലില്ലാത്ത കപ്പലണ്ടി വേണം എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ തോലുള്ളതാണെങ്കിൽ അതൊന്ന് കളഞ്ഞെടുത്താലും മതിയാകും. കപ്പലണ്ടിയും ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കുവാണ്. ഇപ്പോൾ കപ്പലണ്ടിയും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതും എടുത്തു മാറ്റുവാണ്. കപ്പലണ്ടി വാങ്ങുമ്പോൾ ഉപ്പില്ലാത്ത കപ്പലണ്ടി നോക്കി വേണം വാങ്ങാനായിട്ടും. ഇപ്പോൾ നമ്മളെല്ലാം നല്ല മെറൂൺ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ടും ഈ ഒരു സമയത്ത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ ചേരുവകളും ഒന്ന് ചൂടാറി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. അതിനുശേഷം 2 തവണയായിട്ട് നമുക്കിതിനെ പൊടിച്ചുകൂടി എടുക്കണം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഹെൽത്തി മിക്സ് ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ്.
അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ കപ്പലണ്ടിയും അതുപോലെ തന്നെ കാഷ്യൂസിന്റെ അളവ് വളരെ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതേ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതേ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ തന്നെ പൊടിച്ചെടുക്കാം. ഒന്നുകൂടെ പൊടിച്ചെടുത്ത പൊടിയും ഞാനൊന്ന് ഉരുട്ടിയും കൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ഇതൊന്ന് മാറിയും വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും പൊടിച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയും കൂടി വെക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മിക്സ് തയ്യാറാക്കുമ്പോൾ നെയ്യ് നല്ലതുപോലെ ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നെയ്യ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഈ മിക്സ് ഇതുപോലെ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഞാനിവിടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ കഴിക്കുന്നതിനായിട്ട് നെയ്യ് ഒരു തരി പോലും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ. 3 പേർക്ക് പാലിൽ കലക്കി കുടിക്കുന്നതിനായിട്ട് ഈ ഒരു ബോൾ മാത്രം ചേർത്താൽ മതിയാകും. അതിനുള്ള എളുപ്പത്തിനായിട്ടാണ് ഇതുപോലെ ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളതും. ഞാൻ ഇതുപോലെ ചില്ലു കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് പാലിൽ കലർത്തി കഴിക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ല ഈ ഒരു മിക്സ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിളപ്പിച്ചാറിയ പാലാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചുകൂടി കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പാത്രത്തിലിട്ട് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ചു പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി തിളപ്പിച്ചാറിയ പാലിലേക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ചെടുത്തിട്ടുള്ളത്. അടിച്ചെടുത്ത മിക്സ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതേ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം. ഒരിക്കലും ചൂടോടുകൂടി പാല് ചേർത്ത് കുടിക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് പകർന്നുകൂടി കൊടുക്കാം. ഡയബറ്റിക്കും കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർ ഇതിലേക്ക് മധുരം ചേർക്കാതെ വേണം കുടിക്കാനായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് എന്നെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.